ഒരിടത്തൊരിടത്ത് ഒരു ദൈവം ജീവിച്ചിരുന്നു. ആ ദൈവത്തിന് മക്കളുണ്ടായിരുന്നു. ദൈവം സിനിമ കാണാറുണ്ടായിരുന്നു. ദൈവം ലൂസിഫർ കണ്ടു. ലൂസിഫറിന് കിട്ടുന്ന അപാരമായ പ്രൊമോഷനിൽ കൊതിക്കറിവ് പൂണ്ട ദൈവം ഒടുവിൽ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനെ വിളിച്ചു. നമ്മളെ വെച്ചും കൂടെ ഒരു പടമൊക്കെ ചെയ്യടേ. അങ്ങനെയല്ലാതെ ദൈവം ഇപ്പോൾ വേറെ എന്ത് പറയാൻ? എങ്ങനെയുണ്ടായിരുന്നു ലൂസിഫർ? ആർക്കുള്ളതാണ് ലൂസിഫർ? ആർക്കുള്ളതല്ല ലൂസിഫർ. എങ്ങനെ കാണേണ്ട സിനിമയാണ് ലൂസിഫർ. എങ്ങനെ എൻജോയ് ചെയ്യേണ്ട പടമാണ് ലൂസിഫർ. ലാലേട്ടൻ്റെ ആ എപ്പിക് ചൗട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? എന്തായിരുന്നു പൃഥ്വിരാജിൻ്റെ സൈക്കോളജിക്കൽ മൂവ്? എങ്ങനെയുണ്ട് ലൂസിഫർ? അതിന് പ്രത്യേകിച്ച് പറയേണ്ടവരുണ്ടോ? ഇല്ല. എന്നാലും കുറച്ച് പേർക്കെങ്കിലും ഇപ്പോഴും ഉള്ളൊരു സംശയമാണ്, ഇതൊരു കട്ട ലാലേട്ടൻ ഫാൻസിന് മാത്രം ഇഷ്ടപ്പെടുന്ന സിനിമയാണോ എന്നുള്ളത്. ആക്ച്വലി ഇത് ലാലേട്ടൻ ഫാൻസിന് വേണ്ട പടമാണ്. പക്ഷേ ഒരു ഇൻഡസ്ട്രി വളരണമെങ്കിൽ, തിയേറ്ററിൽ ആൾ നിറയണമെങ്കിൽ ഇതുപോലത്തെ മാസ് പടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം. ലാലേട്ടൻ ഇനിയും ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇടയ്ക്കൊരു ഫീൽ ഗുഡ് കാണണം തോന്നും, ഇടയ്ക്കൊരു ഹൊറർ കാണണം തോന്നും. അങ്ങനെ കുറച്ച് നാളായിട്ട് ഒരു മാസ് കണ്ടേ പറ്റൂ അത്യാവശ്യമായിട്ട് എന്നൊരു ഉൾവിളി ഇങ്ങനെ തോന്നി തുടങ്ങിയിട്ടുള്ളവർക്കുള്ള കറക്റ്റ് ചോയ്സാണ് ലൂസിഫർ എന്ന് പറയുന്നത്. ലാലേട്ടൻ്റെ എല്ലാ മാസ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തൊരു കിടല സാധനമാണ് ലൂസിഫർ. അതിലുപരി നമുക്ക് എല്ലാ കാലത്തും മാസ് സിനിമകൾക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ചില ചേരുവകളുണ്ട്. ആ ചേരുവകളെല്ലാം കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് തരുന്ന ഏറ്റവും മികച്ച പാക്കിംഗ് ആണ് ലൂസിഫർ എന്ന് പറയുന്നത്. എങ്ങനെ കാണേണ്ട സിനിമയാണ് ലൂസിഫർ? ശരിക്കും ലൂസിഫർ പോലൊരു സിനിമ കാണേണ്ടതിനും ചില രീതികളൊക്കെ ഉണ്ട്. ആക്ച്വലി ചുമ്മാ ഒരു മുകളിൽ പോയിട്ട് ഇങ്ങനെ സീറ്റ് ചാരിക്കിടന്ന് കണ്ടൊരു പടം അല്ല ലൂസിഫർ. ലൂസിഫർ കാണുമ്പോൾ കയ്യിലൊരു വിസിൽ വേണം, ചാടിത്തുള്ള റെഡി ആവണം, കയ്യിൽ കുറേ പേപ്പർ വാരി എറിയാൻ റെഡി ആവണം. ലാലേട്ടൻ എപ്പോൾ വരും, എങ്ങനെ വരും എന്ന് നോക്കി കൈയടിക്കാൻ ആ മൈൻഡിലിരിക്കണം. കടുത്ത ലാലേട്ടൻ ഫാൻ. അത് പറഞ്ഞത് കറക്റ്റാണ്. ആ ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് ഇപ്പം ലാലേട്ടൻ എന്തായിരിക്കും പഞ്ച് ഡയലോഗായിട്ട് പറയാൻ പോകുന്നത്, ലാലേട്ടനെ ഏത് സമയത്തായിരിക്കും സ്ക്രീനിൽ കാണിക്കുന്നത്, അതുപോലെ ഒരു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മറന്ന് നമ്മൾ അത് എൻജോയ് ചെയ്യാനും നമുക്ക് രക്തയോട്ടം കൂടാനുമുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ വേണം. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. അതെന്തൊരു പ്ലേസ്മെൻ്റ് ആയിരുന്നല്ലേ. റൊമാൻറ്റിഫിക്കേഷൻ മൊമെൻറ്റ്സ്. ആ ചവിട്ട് എമ്മാതിരി ചവിട്ടായിരുന്നു. 90 ഡിഗ്രിയുടെ മേളിലെ ചവിട്ട്. ശരിക്കും ഉണ്ടല്ലോ, ആ ചവിട്ട് ഹേറ്റേഴ്സിൻ്റെ നെഞ്ചത്തുള്ളതായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ആ ചവിട്ട് സിംബോളിക്കായിട്ട് കൺവേ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ സ്ലോ മോഷനിലുള്ള നടപ്പ്, മുണ്ടൊക്കെ മുടക്കിട്ടോ മഞ്ഞ വരവ്, അതുപോലെ പല സമയങ്ങളിലുമുള്ള തീ പാറുന്ന നോട്ടങ്ങൾ ലാലേട്ടനും മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ആ വിളി വാടാ. അതുപോലെ തോക്ക് പിടിച്ചെടുക്കുന്നതിന് മുമ്പുള്ള ഭയങ്കരമായ ഒരു ശാന്തത, അത് കിടുവരുന്നു. അതുപോലെ സായികുമാറോട് നിന്റെ തന്തയല്ല എൻ്റെ തന്ത എന്ന് പറയണ, സാറിൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ലാലേട്ടൻ്റെ ഒരുപാട് മാസ് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലെ മാസ് സീക്വൻസുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന സംവിധായകൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ സീൻസാണ് ഇതിൽ കാണാനായിട്ട് പറ്റിയത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അതായത് ലാലേട്ടൻ മുണ്ട് മടക്കി കുത്തുന്ന സീൻസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ മുണ്ട് മടക്കി കുത്തുന്നതിൻ്റെ കൂടെ ആ മുണ്ടിൻ്റെ കരയിലൂടെ വിരലോടിക്കുന്ന ഒരു സീനുണ്ട്. അത് കിടുവാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ അങ്ങനെ ഒരു സീൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അങ്ങനെ ഒരു ഷോട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഡയലോഗിലുള്ളൊരു മിതത്വം, അതായത് ഉണ്ണിയാർ സ്റ്റൈലിൽ ഒറ്റയടി തീർന്നു, ഒരു കുഞ്ഞു ഡയലോഗ് തീർന്നു. അത് എന്ത് വെയിറ്റ് ആണെന്നറിയോ? വളരെ നേരം കൂടിയാണ് ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഒരു പഞ്ച് ഡയലോഗ് വരുന്നതെങ്കിലും അതിനൊരു കിൻഡൽ വെയിറ്റ് ഉണ്ടാവുന്ന കൈൻഡ് ഓഫ് ഡയലോഗ്സ്. അതുപോലെ സ്റ്റൈല്, അതായത് ഒരു ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ഇറയിൽ, ഡിജിറ്റൽ ക്യാമറയിൽ വൈറ്റ് കളറിന് ഇത്രയും ഭംഗി തോന്നുന്നത്, അതിൻ്റെ ക്ലാസിനെസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന സിനിമാറ്റോഗ്രഫി, അത് പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ സുജിത് വാസുദേവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താ പറയൂ, ഇത് സത്യത്തിൽ ഈ ലാലേട്ടൻ ആരാധകരാണല്ലോ ഏറ്റവും കൂടുതൽ എണ്ണം പറയുകയാണെങ്കിൽ. അപ്പം ആ ലാലേട്ടൻ ആരാധകരെ മൊത്തത്തിൽ തൻ്റെ ആരാധകരാക്കി മാറ്റാനുള്ള പൃഥ്വിരാജിൻ്റെ സൈക്കിൾ ഓടിക്കൽ മൂവ് ആയിരുന്നില്ലേ ഇത് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അല്ല, കാരണം ഇപ്പം ഈ നാട്ടിൽ ഏതൊക്കെ മോഹൻലാൽ ഫാനുണ്ടോ ആ എല്ലാവരും തന്നെ ഇപ്പോൾ കടുത്ത പൃഥ്വിരാജ് ഫാൻ കൂടെ ആയിരിക്കുന്നു, പൃഥ്വിരാജ് എന്ന സംവിധായകൻ്റെ. അതിൽ പല മോഹൻലാൽ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വേറൊരു പേര് പൃഥ്വിരാജ്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുന്നത് ഒരു ചെറിയ റിക്വസ്റ്റോട് കൂടിയിട്ടാണ്. കാരണം ഓൾറെഡി അറിഞ്ഞു കാണുമല്ലോ, ലൂസിഫർ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്ന
ആവേശം തോന്നുന്ന ഇഷ്ടക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ പല സീൻസ് അല്ലെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മൊമെൻറ്റ്സ് നമ്മൾ മൊബൈൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യും, സ്റ്റോറി ആയിട്ടിടും, സ്റ്റാറ്റസ് ആയിട്ടിടും, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. ഇത് ഭയങ്കരമായിട്ട് സിനിമ കാണാത്ത ആളുകളുടെ എക്സൈറ്റ്മെൻറ്റിനെ കട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യണം, പ്ലീസ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉടനെ കാണാം.